എൻ്റെ ആദ്യത്തെ 2 ബുക്കും വന്നപ്പോൾ എന്നെ കളിക്കുടുക്ക സാഹിത്യം എന്നൊക്കെ ആയിരുന്നു എന്നെ പറയുന്നത്, കളിയാക്കുന്നതൊക്കെ. അപ്പം ഞാൻ ചോദിക്കും അതെന്ത് സാഹിത്യമാണെന്ന് ചോദിക്കും. പിന്നെ മെർക്കുറിയലിൻ്റെ 2ാമത്തെ ബുക്ക് വന്നപ്പോഴേക്കും അത് അങ്ങനെ ആക്കി, കുട്ടികൾക്ക് വേണ്ടി മാത്രം എഴുതുന്നു, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു ഇതിൽ വായനക്കാർക്ക് മാത്രം എഴുതുന്നു. അപ്പോൾ എനിക്ക് ചോദിച്ചു, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിനക്ക് റിയൽ ലൈഫ് എഴുതാൻ പറ്റുമോ, പച്ചയായ കഥാപാത്രങ്ങൾ എഴുതാൻ പറ്റുമോ, ഈ ഫാൻറ്റസിയും ഹൊററും പ്രേതങ്ങളെ പറ്റിയൊക്കെ അല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു ചലഞ്ചിങ് ആയി മാറി. ചെന്നൈയിൽ ആ സമയത്താണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്, ഫിലിം അക്കാഡമിയിലായിരുന്നു. പക്ഷേ 2 വർഷം ചെന്നൈ നിന്നപ്പോൾ അവിടുത്തെ കാലാവസ്ഥ പഠിക്കാൻ പറ്റി. അതായത് മഴ പോലും എങ്ങനെ അവിടുത്തെ ആൾക്കാരെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ ആരുടെ മുഖത്ത് ചിരി ഞാൻ പലപ്പോഴും കണ്ടിട്ടില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങി ഇങ്ങനെ ബസ്സിൽ കയറിയാണ് ഞാൻ പോകുന്നത് കോളേജിലോട്ട്. പോകുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അന്ന് മഴയുണ്ട്. അപ്പോൾ ബസ്സിൻ്റെ സൈഡിലിരുന്ന് ഞാൻ നോക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും മുഖത്ത് ഭയങ്കര സന്തോഷമാണ് മഴ വന്നത്. അപ്പോൾ എനിക്ക് തോന്നി അവിടുത്തെ കാലാവസ്ഥ പോലും എങ്ങനെയാണ് അവിടുത്തെ മനുഷ്യരെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് ഞാൻ റാം കെയർ ഓഫ് ആനന്ദി എഴുതി. ഇത് ഇറക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല, ഒരു 5 എഡിഷൻ 6 എഡിഷൻ മാക്സിമം 10 എഡിഷൻ, അതിനപ്പുറം ഇത് പയ്യെ അങ്ങ് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വായനയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന കുറേ ആൾക്കാർക്കൊരു സ്റ്റാർട്ടറായിട്ട് കിട്ടിയ പോലെ അതുകൊണ്ട് ആൾക്കാർ ആഘോഷിച്ചു.